അനവധി തവണ ഭാഗ്യവാന്മാർ 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 എന്നും ആശ്വസിപ്പിക്കപ്പെടും 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 എന്ന് പറഞ്ഞത് ശേഷമാണ് ഈശോ തൻ്റെ മലയിലെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അതിനുശേഷമാണ് ഈശോ ഉപ്പിൻ്റെയും പ്രകാശത്തിൻ്റെയും ഉപമ പറയുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും എത്ര വലിയ കുക്കാണെങ്കിൽ പോലും തൻ്റെ ഭക്ഷണത്തിന് രുചി കൂട്ടുന്നത് ഉപ്പാണ്. ഉപ്പ് അല്പം കുറഞ്ഞു പോയാൽ വിഭവത്തിൻ്റെ ടേസ്റ്റ് മാറും. എന്നാൽ ഉപ്പ് അധികമായി പോയാലോ അവിടെയും അരുചികരമായിരിക്കും ഭക്ഷണം. അപ്പോൾ ഭക്ഷണത്തിന് രുചി കൂട്ടുക, ലോകത്തിന് രുചി കൂട്ടുക, ഇതാണ് ഉപ്പിൻ്റെ ഉത്തരവാദിത്വം. ഈശോ പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണെന്നാണ്. എന്നാൽ ഉപ്പായ നമ്മളിൽ ഉപ്പിൻ്റെ ഉറയായ ക്രിസ്തു ഇല്ലാതെ വന്നാൽ ഉപ്പിന് ഉപ്പിൻ്റെതായ ടേസ്റ്റ് നൽകാൻ സാധിക്കില്ല. അതുകൊണ്ട് ക്രിസ്തുവാകുന്ന ഉറ അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന കാരം ആ ഉപ്പിൽ അടങ്ങുമ്പോൾ മാത്രമേ ഉപ്പിന് രുചി കൂട്ടുന്ന ആ പ്രക്രിയ നിർവഹിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഈ ഭൂമിക്ക് മുഴുവനും രുചി പ്രദാനം ചെയ്യുന്ന വ്യക്തികളായി നിങ്ങൾ മാറണമെങ്കിൽ ക്രിസ്തുവാകുന്ന കാരമാകുന്ന ഉറയാകുന്ന എന്നെ നിങ്ങൾ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ ലോകത്തിന് രുചി പകരുന്ന ഉപ്പായി മാറാൻ നിങ്ങൾക്ക് കഴിയൂ എന്ന്. ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറയുമ്പോൾ എത്ര വലിയ ഇലൂമിനേഷൻ ഇടുന്ന ഒരു വ്യക്തിക്കാണ് എത്ര മനോഹരമായി ഇലൂമിനേഷൻ ഇടാൻ സാധിക്കും. പക്ഷെ ആ ഇലൂമിനേഷന് ഭംഗി വരുന്നത് പ്രകാശം അതിൽ വരുന്നതോടുകൂടിയാണ്. അപ്പൊ ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വെറും വിളക്കുകൾ മാത്രമാണ്. നമ്മളാകുന്ന വിളക്കിൽ ക്രിസ്തുവാകുന്ന പ്രകാശമാകുന്ന ദീപം തെളിയുമ്പോൾ മാത്രമേ നമുക്ക് ലോകത്തിന് പ്രകാശം നൽകാൻ സാധിക്കൂ. അതുകൊണ്ട് ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ, ക്രിസ്തുവാകുന്ന പ്രകാശത്തെ നമ്മളാകുന്ന വിളക്കിൽ കൊളുത്തി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ലോകത്തിന് പ്രകാശം നൽകാൻ സാധിക്കൂ. അതുകൊണ്ടാണ് മലയിലെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ഈശോ ആഗ്രഹിക്കുന്നത് നമ്മൾ ലോകത്തിന് രുചി നൽകുന്ന ഉപ്പായും ലോകത്തിന് പ്രകാശം നൽകുന്ന വെളിച്ചമായും നമ്മൾക്ക് മാറാൻ കഴിയണമെന്ന്. നമ്മുടെ സഭയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മിൽ ക്രിസ്തുവാകുന്ന ഉറയാകുന്ന ഉപ്പ് നമ്മൾ സ്വീകരിക്കുമ്പോൾ, ക്രിസ്തുവാകുന്ന പ്രകാശമാകുന്ന ദീപം നമ്മുടെ ഹൃദയത്തിൽ തെളിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഉപ്പും പ്രകാശവുമായി മാറിക്കൊണ്ട് ഇന്ന് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയൂ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വെളിച്ചവും ക്രിസ്തുവിൻ്റെ ഉപ്പും സ്വീകരിച്ചുകൊണ്ട് സഭയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.